സാത്താൻ യേശുവിന് ഒരു ഓഫർ കൊടുത്തു. അത് കേട്ട് യേശു ഇതാണ് ചെയ്തത്. യേശു സ്നാനമേറ്റതിന് ശേഷം അവൻ നേരെ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക. പക്ഷേ യേശുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കും. പിന്നീട് സാത്താൻ യേശുവിനെ ഒരു ദേവാലയത്തിന് മുകളിൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. അവിടെ യേശുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. വീണ്ടും സാത്താൻ യേശുവിനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. അപ്പോൾ യേശു സാത്താനോട് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ സാത്താൻ യേശുവിനെ വിട്ടുപോയി. ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. പിന്നീട് യേശു ഗലീലയ്ക്ക് പോയി. എന്തിനായിരിക്കും?